CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് നാളെ രാവിലെ പതാക ഉയരുകയാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കൈരളിയുടെ ഒരു വലിയ ടീം തന്നെ മധുരയിൽ എത്തിയിരിക്കുന്നു. ന്യൂസ് ഡയറക്ടർ ശരത്ചന്ദ്രൻ, രാജേന്ദ്രൻ, സന്തോഷ്. അതാ നമുക്ക് സ്ക്രീനിൽ കാണാം. ഗുഡ് ഈവനിങ്. അല്ല, മുണ്ടക്കൊടുത്ത് വളരെ ഗംഭീരമായി നിൽക്കുകയാണ് ശരത്ചന്ദ്രൻ, ഒപ്പം രാജേന്ദ്രൻ. എല്ലാവരും ചേരുക. നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിലും വലിയ ഒരു വിപ്ലവത്തിൻ്റെ ഒരു മണ്ണാണ്. ശരിക്കും ക്ഷേത്ര നഗരമാണെങ്കിലും ഇതൊരു വിപ്ലവത്തിൻ്റെ മണ്ണാണ്. ഒരുപാട് തവണ അവിടെ CPIM-ൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ പാർട്ടിക്ക് ഒരുവിധം നല്ല അടിത്തറയുള്ള ഒരു മേഖലയാണ്. ശരത്ചന്ദ്രൻ ചേരുന്നു. എന്തൊക്കെയാണ്? സന്തോഷാണ്. സന്തോഷ്, എങ്ങനെയുണ്ട് മധുര? പാർട്ടിയുടെ സമ്മേളനത്തെ, പാർട്ടി കോൺഗ്രസിൻ്റെ ആവേശമൊക്കെ എങ്ങനെ നിൽക്കുന്നു? അതെ ഷമ്മി, വിനിഷ, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്ര നഗരമാണ്, അതേസമയം സമര പോരാട്ടങ്ങളുടെ നാടുകൂടിയാണ് മധുര എന്നുള്ളതാണ്. അങ്ങനെ മധുര പാർട്ടി കോൺഗ്രസിൻ്റെ ആവേശത്തിലേക്ക് ഈ നാടാകെയും എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്നുള്ള ഈ ദൃശ്യങ്ങളിലൊക്കെ നിങ്ങൾക്കത് കാണാനാകും എന്നുള്ളതാണ്. പ്രേക്ഷകരിലേക്ക് നമ്മളിത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കാണുകയാണ്. ഇപ്പോൾ കാണാം, ഇവിടെയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ രാജേന്ദ്രനും സന്തോഷും എനിക്കൊപ്പം ഉണ്ട്, രാജ്കുമാറുണ്ട്. ഈ കാണുന്ന ഈ സ്ഥലത്താണ്, ഇവിടെയാണ്, ഈ വലിയ ഗ്രൗണ്ടിലാണ് വലിയ പരിപാടികൾ നടക്കുന്നത്, ഗൗരവമുള്ള സെമിനാറുകൾ നടക്കുന്നത്, കലാപരിപാടികൾ നടക്കുന്നത്. നാളെ രാവിലെ ഇവിടെ പതാക ഉയർത്തും. അതുപോലെ വിവിധ രക്തസാക്ഷി കേന്ദ്രങ്ങളിൽ നിന്ന്, മണ്ഡപങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ദീപശിഖ യാത്രകൾ, പ്രയാണം എല്ലാം ഇവിടേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. റെഡ് വോളണ്ടിയർമാരെ കാണാം, ചെങ്കൊടിയേന്ത്യ റെഡ് വോളണ്ടിയർമാർ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്ന് വന്ന ദീപശിഖകളുമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കേരള പ്രതിനിധികൾ, ഏറ്റവും വലിയ പ്രതിനിധി സംഘം കേരളത്തിൽ നിന്നാണ് മധുര പാർട്ടി കോൺഗ്രസിലെ. അവരെല്ലാവരും ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, നാട്ടിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പാർട്ടിയുടെ സമുന്നത നേതാക്കൾ ഇന്ന് കേന്ദ്ര കമ്മിറ്റി യോഗം, അല്ലേ രാജേന്ദ്രൻ, നടന്നിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അപ്പോൾ ആദ്യം മധുര പാർട്ടി കോൺഗ്രസിനുള്ള ആ ഒരു രാഷ്ട്രീയാവേശത്തിലേക്ക് മധുര എത്തിച്ചേർന്നിരിക്കുന്നു, മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നടക്കം നാളെ ആരംഭിക്കാൻ പോകുന്ന പ്രതിനിധി സമ്മേളനം അടക്കമുള്ള നടപടിക്രമങ്ങളുടെ ഒരു ചുരുക്കം അത് സന്തോഷിൽ നിന്ന് ആദ്യം നമുക്ക് കേൾക്കാം. തീർച്ചയായും ശരത്ത്, ഇന്നലെയും ഇന്നുമായി ആരംഭിച്ച ദീപശിഖ ജാഥകൾ അത് ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 5 സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ദീപശിഖ പ്രയാണം ആരംഭിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ 4 ദീപശിഖ പ്രയാണം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്നുകൂടി എത്തിക്കഴിഞ്ഞാൽ എല്ലാ ദീപശിഖകളും കൂടി ഈ സമ്മേളന നഗരിയിൽ സംഗമിക്കുകയാണ്. അതോടുകൂടി സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിലേക്കാണ് സമ്മേളനം കടക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള 5 രക്തസാക്ഷി സ്മൃതി കുടീരങ്ങളിൽ നിന്നാണ് ഈ ദീപശിഖ പ്രയാണം ആരംഭിച്ചത്. മധുര എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കാലത്തിൽ വേരോട്ടമുള്ള CPM-ന് ഏറ്റവും ശക്തിയുള്ള തമിഴ്നാട്ടിലെ പ്രദേശമാണ് മധുര. മധുരയ്ക്ക് രാഷ്ട്രീയപരമായും ചരിത്രപരമായും തന്നെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മനസ്സുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്ന് ആരംഭിച്ച ആവേശകരമായിട്ടുള്ള ഈ ദീപശിഖ പ്രയാണം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി പതാക ജാഥ, കേന്ദ്ര കമ്മിറ്റി അംഗം U വാസുകി നയിക്കുന്ന പതാക ജാഥ നാളെ രാവിലെ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരും. അതിന് തൊട്ടു പിന്നാലെ തന്നെ മുതിർന്ന പാർട്ടി നേതാവ് കൂടിയായിട്ടുള്ള ബിമൻ ബസു, ബംഗാളിൽ നിന്നുള്ള മുതിർന്ന നേതാവായ ബിമൻ ബസുവാണ് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നത്. അതിനുശേഷം രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടക്കും. പിന്നീട് 10:30 കോടിയേരി ബാലകൃഷ്ണന്റെ നാമധേയത്തിലുള്ള പ്രതിനിധി സമ്മേളന ഹാളിനകത്താണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. 811 പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ നിരീക്ഷകർ ഉൾപ്പെടെയാണ് 811ആണ്. 80ഓളം നിരീക്ഷകരാണ്. അങ്ങനെ 811 പേർ ഈ സമ്മേളനത്തിൽ പ്രതിനിധികളായി പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രതിനിധികൾ അവരുടെ ഈ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള കത്തുകൾ, ഇതെല്ലാം ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എത്തിച്ചേരാൻ സന്ദേശങ്ങളായി രാജ്യങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സന്ദേശങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിവിടെ പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുക. അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെ നമുക്ക് പിന്നീട് നൽകേണ്ടതായി വരും. ഏതായാലും പ്രതിനിധി സമ്മേളനം കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള പ്രകാശ് കാരാട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുതിർന്ന PB അംഗം മണിക് സർക്കാർ ആയിരിക്കും ആ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പ്രതിനിധി സമ്മേളനം പിന്നീട് ആരംഭിക്കുകയാണ്. അതിനുശേഷം അനുബന്ധ പരിപാടികളായി പിന്നീട് തുടർച്ചയായി നിരവധി പരിപാടികളുമായി ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ഏതായാലും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട ഈ ഗ്രൗണ്ടിൽ
വളരെ കൃത്യമായി തമിഴ്നാടിൻ്റെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയൊക്കെ കലാരൂപങ്ങൾ, സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന കലാപ്രകടനങ്ങളൊക്കെ ഉണ്ട്. പലതരത്തിൽ അതുമൊക്കെ ആവേശകരമായി ഏറ്റെടുക്കുകയാണ്. അവിടെയെല്ലാം ആളുകൾ അത് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്കിടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ മധുര പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളുടെ നാളെ വളരെ സുപ്രധാനമായ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സന്തോഷ് സംസാരിച്ചത്. ഇവിടേക്ക് CPIM-ൻ്റെ നേതാക്കളൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. അല്ലെങ്കിൽ അവിടെ CPIM-ൻ്റെ നേതാക്കളൊക്കെ അതുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഈ കേന്ദ്ര കമ്മിറ്റിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടാണ് വഖഫ് ഭേദഗതി ബില്ല് നാളെ ലോക്സഭയിൽ വരികയാണ്. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ എന്താണ് CPIM, ലോക്സഭാ അംഗങ്ങൾ, പാർലമെന്റ് അംഗങ്ങൾ ഇവരെല്ലാവരും അതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഇതിലൊക്കെ ചില തീരുമാനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം വാർത്തയായി കൈരളി പ്രേക്ഷകർക്ക് മുമ്പിൽ ഇതിനോടകം തന്നെ ഉണ്ട്. അപ്പോൾ രാജേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ രാജേന്ദ്രൻ CPIM അതിൻ്റെ നേതാക്കൾ കൂടിയാലോചിച്ചെടുത്ത ധാരണകൾ എന്താണ്? അതുപോലെ തന്നെ CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം സമ്മേളനത്തിന് തൊട്ടുമുമ്പ് പാർട്ടി കോൺഗ്രസിന് മുമ്പായി ചേർന്ന് പിരിഞ്ഞല്ലോ. തീർച്ചയായിട്ടും CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോയും അതുപോലെ കേന്ദ്ര കമ്മിറ്റിയും യോഗം ചേർന്നു. അതിനകത്ത് സമ്മേളനം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളെല്ലാം തെരഞ്ഞെടുത്തു. പോളിറ്റ് ബ്യൂറോ തന്നെയായിരിക്കും സ്റ്റിയറിംഗ് കമ്മിറ്റി, മറ്റ് പ്രമേയ കമ്മിറ്റി എല്ലാം തെരഞ്ഞെടുത്തു. പക്ഷേ അതെല്ലാം പിന്നീട് നാളത്തെ സമ്മേളനത്തിലാണ് അവതരിപ്പിച്ച തീരുമാനമാകും. അതെ, നാളത്തെ സമ്മേളനത്തിൽ അതെല്ലാം അവതരിപ്പിക്കും, അങ്ങനെ അത് അംഗീകരിക്കും. അതേസമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടായത് വഖഫ് ബില്ലിനെ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ CPIM-ൻ്റെ MP-മാർ അവിടെ ഉണ്ടാവും. CPIM-ൻ്റെ 4 MP-മാരും സമ്മേളന പ്രതിനിധികളാണ്. പക്ഷേ മധുര MP അടക്കം മധുര MP സു വെങ്കടേശൻ അടക്കമുള്ള 4 MP-മാരും സമ്മേളനം, രാധാകൃഷ്ണൻ, അതുപോലെ അവരൊക്കെ തന്നെ, അമ്രാറാം രാജസ്ഥാനിൽ നിന്ന് അവരെല്ലാം സമ്മേളന പ്രതിനിധികളാണ്. പക്ഷേ അവരെല്ലാവരും തന്നെ നാളെ ലോക്സഭയിൽ ഹാജരാകും. ഈ വഖഫ് ബില്ലിനെ എതിർക്കും, അതിൻ്റെ അവതരണത്തെ എതിർക്കും. ഇതിന് പിന്നിൽ നാളെ തന്നെ ഈ ബിൽ അവതരിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്തെന്നാൽ ഇതിനെ എതിർത്തില്ല, കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തില്ല എന്നൊരു പൊതുചിത്രം നൽകുക എന്നൊരു കൃത്യമായ അജണ്ടയുമുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി CPIM കടന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയതാണ്. വഖഫ് ബില്ലിനെ ശക്തമായി എതിർക്കും, അതിനെ അവതരിപ്പിക്കുന്നതിനെ ശക്തമായി എതിർക്കും, ശക്തമായി പ്രതിഷേധിക്കും, നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് സമ്മേളനത്തിലെ പ്രതിനിധികളായ MP-മാർ നാളെ ഇവിടെ ഉണ്ടാവില്ല. അവർ ലോക്സഭയിൽ ഹാജരായി ആ അവതരണത്തെ ശക്തമായി എതിർക്കും. ഇതാണ് കൈക്കൊണ്ട പ്രധാനപ്പെട്ട തീരുമാനം. മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട പ്രമേയങ്ങൾ, അതിനുള്ള രൂപമായി അതെല്ലാം അവിടെ നാളെ പ്രമേയ കമ്മിറ്റിയെല്ലാം ഔദ്യോഗികമായി ഇവിടെ പ്രതിനിധികൾ അംഗീകരിക്കും. അതിനുശേഷമാണ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കിടക്കുക. പിന്നെ ഇതിൻ്റെ ഏറ്റവും അവസാനമായുള്ള ഒരുക്കങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ചർച്ച ചെയ്തു.